ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനും അമ്മച്ചി കസിൻസിൻ്റെ ആദ്യ കുർബാനയ്ക്ക് പിന്നെ അനിയത്തിയുടെ ബർത്ത്ഡേക്കും പോവുകയാണേ. അപ്പം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ പിള്ളേരുടെ ആയിട്ട് ആദ്യ കുർബാന. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാനും ഇസും പ്ലേ ടൈം ആയിരുന്നു കേട്ടോ. ഞങ്ങളത് കുറേ നേരം ഞങ്ങൾ കളിച്ചു പാവയും കൊണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കസിനെ എടുത്തുന്ന ഫോട്ടോസൊക്കെ ആട്ടോ. കുറേ സമയം ഞങ്ങൾ കളിച്ചു കേട്ടോ ഗായ്സ്. പിന്നെ അവർ രാവിലെ ആദ്യ കുർബാനക്കുട്ടന്മാർ റെഡിയായി. പിന്നെ ഞങ്ങൾ സെൽഫി എടുത്തു. പിന്നെ അവരുടെ അമ്മയും അവരിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ അവരുടെ അമ്മ, ഇതാണ് എൻ്റെ ചെറിയമ്മ. പിന്നെ ഞാൻ തന്നെ സെൽഫി എടുത്തു. പിന്നെ 8:30 ആകുമ്പോൾ കുട്ടികളോട് പാരിഷ് ഹാളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാരിഷ് ഹാളിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നതാണിത്. 9:30 ആയപ്പോഴത്തേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 11 പെൺകുട്ടികളും 20 ആൺകുട്ടികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ പള്ളിയിലെത്തി. പിന്നെ അവരുടെ കയ്യിലുള്ള തിരിയൊക്കെ കത്തിച്ചു കൊടുത്തു. പിന്നെ കാഴ്ച സമർപ്പണം ഉണ്ടായിരുന്നു, കാഴ്ചയൊക്കെ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുർബാന തീർന്നപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇതാട്ടോ ഫോട്ടോസ്. ഞങ്ങൾ പല ഫോസിൽ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും അമ്മയും ഇസയും സെൽഫി എടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഫോട്ടോ എടുത്തു കേട്ടോ. എൻ്റെ അമ്മയുടെ അമ്മയാണിത്. പിന്നെ ഞാനും ഇസുവും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ അവരെല്ലാവരും അമ്മച്ചി, ലിസയമ്മ, ഞാർക്കാടമ്മ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേള്. അത് നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഫുഡിന് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ ഐസ്ക്രീം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങി. എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ സന്തോഷം കണ്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി റെഡിയായി. ഓട്ടോയ്ക്കായിരുന്നു പോകണത്. അതിന് ഡ്രസ്സൊന്നും മാറിയില്ല. വീട്ടിൽ ചെന്നിട്ട് വേണം കുളിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്മയും അമ്മച്ചി എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയമ്മ ഞങ്ങൾക്ക് പോകാനുള്ള ഓട്ടോയൊക്കെ വിളിച്ച് തന്നു. ഓട്ടോ വന്നു. പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞാൻ ഇനി ഫ്രഷായിട്ട് കിടക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുന്ന അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഡാൻസ് വീഡിയോ അല്ലാതെ സാധാ വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് ശ്രീജി മാമനാണ്. ശ്രീജി മാമൻ ശരിക്കുള്ള പേര് അഹിൽ എന്നാട്ടോ. അപ്പോൾ ശ്രീജി മാമനും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന ആളാണ്. അപ്പോൾ ഇതാട്ടോ ശ്രീജി മാമൻ, നമ്മുടെ ആദ്യ കുർബാനക്കുട്ടന്മാരുടെ നടുക്ക് നിൽക്കണേ. അപ്പോൾ ശ്രീജി മാമന് താങ്ക് യു. ഓക്കെ, ബൈ ബൈ.